ആളുകൾ പലവിധമാണ്. അധ്വാനിക്കുന്നവർ, മേലണങ്ങി പണിയെടുക്കാത്തവർ, എത്ര പണിയെടുത്താലും വിയർക്കാത്തവർ, വെറുതെ ഇരുന്നാലും വിയർത്ത് കുളിക്കുന്നവർ. നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് കുറയ്ക്കാനും ഒരു പരിധിവരെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റ് പുറന്തള്ളാനും ശരീരം തന്നെ കണ്ടുപിടിക്കുന്ന മാർഗമാണ് സ്വെറ്റിംഗ് അഥവാ വിയർക്കൽ. വിയർപ്പ് തലയിൽ താഴ്ന്ന അസുഖങ്ങൾ വരിക, ചില സമയങ്ങളിൽ വിയർപ്പിലൂടെ അധികമായ ജലാംശം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും വിയർപ്പ് കാരണം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഉപകാരവും ചിലപ്പോൾ ഉപദ്രവങ്ങളും നമുക്കുണ്ടാക്കുന്ന വിയർപ്പ് വൈദ്യുതി ഉണ്ടാക്കാൻ സഹായിച്ചാലോ? ആ വൈദ്യുതി വലിയ ചിലവുകളില്ലാതെ നമുക്ക് ഉപകാരപ്രദമാക്കാൻ കഴിഞ്ഞാലോ? വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോർട്ടേറ്റ്. നമ്മുടെ ശരീരത്തിൽ എനർജി കിട്ടുന്നത് നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ പ്രവർത്തനം കൊണ്ടാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഓക്സിജൻ ശരീരത്തിലെ ഓരോ സെല്ലിലുമുള്ള ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ചാണ് എനർജി ATP രൂപത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കഠിനമായ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സെല്ലുകളിലേക്കുള്ള ഓക്സിജൻ ലഭ്യത കുറയും. ഇതിന്റെ ഫലമായി ഗ്ലൂക്കോസ് വിഘടനം ശരിയായ രീതിയിൽ നടക്കാതെ വരും. സാധാരണഗതിയിൽ ശരീരത്തിലെ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡോ അല്ലെങ്കിൽ പൈറുവേറ്റോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിന് ഓക്സിജൻ അത്യാവശ്യമാണ്. എന്നാൽ ഇതുപോലെ വിശ്രമമില്ലാതെ പണിയെടുക്കുമ്പോൾ സെല്ലുകൾക്ക് ആവശ്യമായ രീതിയിൽ ഓക്സിജൻ കിട്ടാതെ വരികയും അവ അണൈറോബിക് റെസ്പിറേഷൻ അഥവാ വായുരഹിത ശ്വസനത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഗ്ലൂക്കോസ് ഓക്സിജന്റെ അഭാവത്തിൽ വിഘടിച്ച് പൈറുവേറ്റ് ആകാതെ ലാക്ടേറ്റ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡായി മാറുന്നു. ഇങ്ങനെ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുമ്പോൾ ATP ഉണ്ടാകുന്ന പോലെ തന്നെ ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡ് ആകുമ്പോഴും ATP ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിലിൽ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായാണ് കൈവേദന, തളർച്ച, കോച്ചിപ്പിടുത്തം എന്നിവ ഉണ്ടാകുന്നത്. ഈ ലാക്റ്റിക് ആസിഡിന്റെ അളവ് ശരീരത്തിൽ കൂടിയാൽ കൂടുതൽ മസിൽ ക്രാമ്പുകൾ ഉണ്ടാവുകയും പലപ്പോഴും പലർക്കും ഹൃദയത്തെ വരെ ബാധിക്കുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു. ശരീരത്തിൽ ഉണ്ടായി സ്റ്റോർ ചെയ്യപ്പെടുന്ന ലാക്റ്റിക് ആസിഡ് പിന്നീട് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യപ്പെടുകയും അത് സാധാരണഗതിയിലൂടെയുള്ള ശ്വസനത്തിലൂടെ പൈറുവിക് ആസിഡായി മാറുകയും ചെയ്യുന്നു. അതുകൂടാതെ വിയർപ്പ് വഴിയും ലാക്റ്റിക് ആസിഡ് പുറത്തു പോകുന്നുണ്ട്. അതായത് വിയർപ്പ് വഴി ശരീര ഊഷ്മാവിനെ താഴ്ത്താനും ശരീരത്തിലെ ചില വേസ്റ്റ് മെറ്റീരിയലിനെ പുറന്തള്ളാനും മാത്രമല്ല, തുടർച്ചയായ വ്യായാമത്തിലൂടെയും മറ്റും ശരീരത്തിൽ ഹാനികരമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് ഇല്ലാതാക്കാനും വിയർപ്പ് വഴി സാധിക്കുന്നു. അപ്പോൾ ഇതിൽ വിയർപ്പിന്റെ ഏത് സവിശേഷതയാണ് വൈദ്യുതി ഉണ്ടാക്കാൻ സഹായിക്കുന്നത്? അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയിൽ അവതരിപ്പിച്ച ഗവേഷണത്തിൽ വിയർപ്പിൽ കാണപ്പെടുന്ന ലാക്റ്റിക് ആസിഡ് താൽക്കാലിക ടാറ്റൂകളിൽ ഉപയോഗിക്കുന്ന ചെറിയ ബാറ്ററികൾ ചാർജ് ചെയ്യിക്കുന്നതിന് ഉപയോഗിക്കാമെന്ന് ഗവേഷകർ കണ്ടുപിടിച്ചു. വ്യായാമം ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിയർപ്പിൽ ഉണ്ടാകുന്ന ലാക്ടേറ്റ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡിന്റെ അളവ് കണ്ടുപിടിക്കാനാണ് ഇങ്ങനെയുള്ള താൽക്കാലിക ടാറ്റൂകൾ ഉണ്ടാക്കിയെടുത്തത്. ഇത് ആ വ്യക്തിക്ക് ഹൃദയ സംബന്ധമായോ വൃക്ക സംബന്ധമായോ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ അത്ലറ്റുകൾക്കോ ഹാർട്ട് പേഷ്യൻസിനോ ഇങ്ങനെ പലർക്കും ഡോക്ടേഴ്സ് എക്സസൈസിന് ശേഷം ലാക്ടേറ്റ് ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. എന്നാൽ ആയാസമുള്ള ഒരു പ്രവൃത്തി ചെയ്ത് വിയർത്ത് കുളിച്ചിരിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിൽ സൂചി കുത്തി ചോര എടുക്കുക എന്നത് അത്ര നല്ല നടപടിയല്ല. അതുകൊണ്ട് തന്നെ ശരീരം വേദനിക്കാത്ത രീതിയിൽ ലാക്ടേറ്റ് അളക്കാൻ ശാസ്ത്രലോകം നിർദ്ദേശിക്കുന്ന മാർഗമാണ് ഈ ലാക്ടേറ്റ് ഡിറ്റക്റ്റിംഗ് ടാറ്റു. ഈ ടാറ്റുവിലെ ബയോസെൻസർ വിയർപ്പിലുള്ള ലാക്ടേറ്റിന്റെ അളവ് കാണിച്ചു തരുന്നു. ഈ ബയോസെൻസറിലുള്ള എൻസൈമും ലാക്ടേറ്റും തമ്മിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ ഫലമായി അവിടെ വളരെ ചെറിയ അളവിൽ ഇലക്ട്രിക്കൽ കറണ്ട് ഉണ്ടാകുന്നതായി കണ്ടു. സയന്റിസ്റ്റുകൾ ഈ കറണ്ട് സ്റ്റോർ ചെയ്യാൻ ഒരു ചെറിയ ബാറ്ററി ടാറ്റുവിൽ ഘടിപ്പിച്ചിട്ടുമുണ്ട്. ഈ ബാറ്ററികളിൽ ഉണ്ടാകുന്ന കറണ്ട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അത്ര അളവിലുള്ള വൈദ്യുതിയെങ്കിലും ഈ മാർഗത്തിലൂടെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഇത് റിസർച്ചറായ വെൻസോ ജിമിന്റെ കണ്ടുപിടുത്തമാണ്. ഈ ബാറ്ററികളിൽ ഇപ്പോൾ ഏകദേശം 70 മൈക്രോവാട്ട്സ് പെർ cm², അതായത് 1 cm² സ്കിന്നിൽ രൂപപ്പെടുന്ന വിയർപ്പിൽ നിന്ന് 70 മൈക്രോവാട്ട്സ് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴുള്ള ബാറ്ററികളിലെ ഇലക്ട്രോഡുകളിൽ 2-3 മില്ലിമീറ്റർ മാത്രം നീളമുള്ളവയാണ്. ഇത്ര ചെറിയ ഇലക്ട്രോഡിൽ നിന്ന് ഏകദേശം 4 മൈക്രോവാട്ട് കറണ്ടാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഒരു ചെറിയ വാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം 10 മൈക്രോവാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററികളുടെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ അളവ് കൂട്ടാൻ പരിശ്രമിക്കുന്നത് പോലെ വളരെ കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളും കണ്ടുപിടിക്കേണ്ടതുണ്ട്.
ബാറ്ററി പോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെ ശരീരത്തിൽ ടാറ്റു ആക്കിയാൽ എന്നതിനെക്കുറിച്ച് ആകുലത ഉള്ളവർക്കായി അതിനുള്ള എക്സ്പ്ലനേഷനും ശാസ്ത്രജ്ഞർ നൽകുന്നുണ്ട്. ഈ ടാറ്റുവിൽ ഉപയോഗിക്കുന്നത് ബയോ ബാറ്ററിയാണ്. അവ മറ്റ് കെമിക്കൽ ബാറ്ററികളെക്കാൾ എളുപ്പത്തിൽ ചാർജ് ആകുന്നു. പോരാതെ അവയിൽ മറ്റ് രാസപ്രവർത്തനങ്ങൾ ഉണ്ടാവുകയോ ലീക്ക് ആവുകയോ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, അവയ്ക്ക് ലഭ്യമായിട്ടുള്ളത് ഒരു റിന്യൂവബിൾ എനർജി സോഴ്സാണ്. ആയുസ് തീരുന്നത് വരെ വർക്ക് ചെയ്യുന്ന മനുഷ്യൻ എന്ന സ്രോതസ്. ഇതുപോലുള്ള കൗതുകകരമായ വിവരങ്ങളും വീഡിയോകളും കൂടുതലായി കാണുവാനും അറിയുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.